നീയാണോ? പെർഫെക്റ്റ് പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ സ്റ്റാൻലി പാർക്കിലെത്തിട്ടോ. ഹലോ ഗൈസ്, ഇന്നൊരു സൺഡേ ആണേ. അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചുമ്മാ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കൂടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും ഓരോ ഡിഷ് ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്നൊരു പ്ലാൻ ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ ഡിഷായിരുന്നു കേട്ടോ ചിക്കൻ 65 പിന്നെ ക്യാബേജ് തോരനും. ക്യാബേജ് തോരൻ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ചിക്കൻ ഞാൻ മസാലയൊക്കെ തേച്ച് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി എല്ലാം വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. കാരണം മസാല പിടിക്കണം എന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ അത് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാലാണ് അത് ഈ മസാല നല്ലപോലെ പിടിക്കുള്ളൂ. അപ്പം രാവിലെ തന്നെ ഞാനത് വറക്കുന്ന പരിപാടിയിലാണ്. നമ്മൾ ഐശ്വര്യമൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവരുടെ ഫ്ലാറ്റ് തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ, പക്ഷെ എൻട്രൻസ് വ്യത്യാസമുണ്ട്. അപ്പം അവരിവിടെ എത്തുമ്പോൾ നമ്മൾ തുറന്നുറക്കണം. സെയിം ബിൽഡിംഗ് തന്നെയാണ്, പക്ഷെ എൻട്രൻസ് വ്യത്യാസമുണ്ട്. Come on guys. അർജുന നന്നേ മണക്കുന്നു കേട്ടോ. നമ്മൾ അവരെ പോയി ഡോർ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ. നല്ല മുളകിട്ട മീൻ. ഏതാ? ഇല്ലല്ലോ, ഇത് ഓഫായോ? ഇല്ലല്ലോ, ഓഫായി കിടക്കുക അല്ലേ? ഇവിടെ വൺ ഡിസ്കഷൻ നടക്കുക കേട്ടോ. ഇവനെ വെക്കുന്ന ജിംബല് ആരെയൊക്കെ ട്രാക്ക് ചെയ്യുമെന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. അതെ, ഞാൻ ആദ്യം വരുന്നു. എന്നെ പിടിച്ചില്ല. ഇനി നന്ദ വരുന്നു. എന്നെ പിടിക്കാൻ വരുന്നു. കണ്ടിട്ട് തന്നെ എനിക്ക് കൊതിയാവുന്നു. എന്താല്ലേ, ഒരു റീലില് തുടങ്ങിയതാ. ഇവളൊരു റീൽ അയച്ചതാ. നീയാണോ? ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ഏത് സമയം ഊണിന്റെ സമയം ഇട്ടാൻ ഇവൾക്ക് നേരമുള്ളൂ. റീല് കണ്ട് ഞാനും കണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്തല്ല, അവിടെ വിളിക്കണം, നമുക്ക് 2-3 കറികൾ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെയാട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ്. ഇതിനകത്ത് മീൻകറി ഉണ്ട്, ചിക്കൻ 65 ഉണ്ട്, പോർക്ക് ഉണ്ട്, പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, പപ്പടം ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ചമ്മന്തി ഉണ്ട്, 2 സാലഡ് ഉണ്ട്. കുറേ നാൾ കൂടിയിട്ടാട്ടോ ഇത്രയും കറികളൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കുന്നത്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ഫുഡിലോട്ടായിരുന്നു കേട്ടോ. ഇത്രയും ഐറ്റംസ് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിരുന്നു. അതും എല്ലാം ഇഷ്ടപ്പെട്ട ഐറ്റംസും ആയിരുന്നു. വീനും അർജുനും കൂടെ ഇയർബഡ് എടുത്ത് മാറ്റുന്ന പണിയിലായിരുന്നു കേട്ടോ. സ്ഥലം കളയുന്ന ഒരു സാധനം എടുത്ത് നമ്മൾ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇതിപ്പോൾ ഞാനും വിനും ഫിലിമൊക്കെ കണ്ട് കിടക്കാൻ വേണ്ടി മൂവി നൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അത് ഹോളിൽ കൊണ്ടുവന്നിട്ടേക്കാണ്. എനിക്ക് നാട്ടിൽ നിന്ന് മാറി നിന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കൊതിയുള്ളൊരു ഫുഡാട്ടോ ഇന്ത്യൻ ഫുഡ്. നമ്മുടെ നാട്ടിലെ ചോറും കറികളും അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെങ്കിലും ഇത്രയും ഫുഡ് ഒന്നിച്ചുണ്ടാക്കില്ലല്ലോ. ഇതാണ് പെർഫെക്റ്റ് പ്ലേറ്റ്. കണ്ടോ എന്തൊക്കെ ഐറ്റംസാ നോക്കിക്കേ. സത്യം. ഇതിനകത്ത് ചോറ്, ക്യാബേജ്, പിന്നെന്തായിരുന്നു, പോർക്ക്, ചിക്കൻ 65, മീൻകറി, ചമ്മന്തി, മാമ്പഴ പുളിശ്ശേരി, സാലഡ്, പിന്നെ പപ്പടം. പൊളി. കുറേ നാൾക്ക് ശേഷമായിട്ട് ഇത്രയും ഫുഡ് ഞങ്ങൾ ഒന്നിച്ച് കാണുന്നത്. അതിൻ്റെ സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത്. ഹെവി ലഞ്ചൊക്കെ കഴിച്ച് എല്ലാവരും സൈഡായിരുന്നു കേട്ടോ. നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമായിരുന്നു.
വൈകിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇഫ്താർ സ്നാക്സൊക്കെ പോലെ ഉണ്ടാക്കി ചെറിയൊരു നോമ്പ് പിടിക്കാത്തുള്ള നോമ്പ് തുറ സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാനിങ്ങിലാട്ടോ നമ്മൾ. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടി പാർക്കിൽ പോയിട്ട് വരാമെന്ന് ഓർത്ത് നമ്മളിതാ പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണേ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ആട്ടോ പോകുന്നത്. ഐശ്വര്യൻ ചേട്ടൻ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോൾ നമ്മളിതാ പാർക്കിലോട്ട് പോകാൻ പോവാണ്. അത്യാവശ്യം നല്ല അടിപൊളി വെതറായിട്ടൊന്ന്. ലൈക്ക് തണുപ്പുണ്ടോയെന്ന് വെച്ചാൽ ചെറിയൊരു തണുപ്പുണ്ട്, പക്ഷെ നല്ല വെയിലുണ്ട്, നല്ല സണ്ണിയാണ്. ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് കിട്ടുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം സൂര്യനും ഉണ്ട്, എന്നാൽ ഓവറായിട്ടുള്ള ചൂടും ഇല്ല. സൂര്യൻ്റെ ഞാൻ കറുത്തു ഇവിടുത്തെ വെയിലിനൊരു പ്രശ്നമുണ്ട്. ഹലോ ഗൈസ്, നമ്മൾ സ്റ്റാൻലി പാർക്കിലെത്തിട്ടോ. ഇന്ന് അടിപൊളി വെതറാണ്, നല്ല നല്ല സൂര്യനൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ വെയിലിനൊരു പ്രശ്നമുണ്ട്, കാരണം നല്ലപോലെ ടാൻ അടിക്കും. പെട്ടെന്ന് കറുത്തു കൊടുത്ത വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്പ്രിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പാർക്കിലൊക്കെ പോകുമ്പോഴും എല്ലായിടത്തും ഫുൾ നല്ല ഭംഗിയുള്ള കുറേ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഈ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു പൂവാണിത്. ഇത് ഡാഫഡിൽസ് എന്നാണ് എന്നെ പറയുന്നത്. എല്ലായിടത്തും ഈ ഒരു പൂവായിരിക്കും പിന്നെ, പക്ഷെ നല്ല രസമാട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ ഈ ഒരു പൂവിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവനാട്ടോ ഞങ്ങളുടെ മെയിൻ ഫോട്ടോഗ്രാഫർ. ഞങ്ങൾക്ക് അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരുന്ന മെയിൻ ആളാണ് ഇവൻ. UK ആർക്കെങ്കിലും അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൈൻഡ്ലി കോൺടാക്ട് അർജുൻ സന്തോഷ്. ഞാൻ 100% ഉറപ്പായിരുന്നു അടിപൊളി ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീസണാട്ടോ ഈ സ്പ്രിങ്. കാരണം നമുക്ക് വിൻ്ററിൽ നിന്ന് ആ ഒരു ഇരുട്ടിൽ നിന്ന് പെട്ടെന്ന് വെളിച്ചത്തിലോട്ട് വരുന്ന ഒരു അടിപൊളി ടൈമാണ്. പിന്നെ പുറത്തിറങ്ങിയാലും നല്ല രസമാണ്, ഫുൾ പൂക്കളൊക്കെ ആയിട്ട്. എല്ലാ സ്ഥലങ്ങളും കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ടൈമിൽ. സൺകിസ്സാണ്. ഇത് എന്നെ മാത്രമാണല്ലോ സൺകിസ് ചെയ്യുന്നുള്ളൂ. എനിക്ക് വേണ്ട, കുറച്ച് വേണ്ടതുണ്ട. പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ 1000 മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും പതിയെ. അത് ശരിയാട്ടോ. ഇവിടെ സൂര്യനാകെ പണിയെടുക്കണത് വർഷത്തിൽ 6 മാസം. എന്താണ് അവിടെ നടക്കുന്നത്? അപ്പൊ ഞാനോ പാർക്കിൽ പോയി വന്ന നേരെ നമ്മൾ ഇഫ്താർ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ പഫ്സ്, പിന്നെ മീറ്റ് റോള്, പിന്നെ മുളക് ബജി, പഴംപൊരി, ഇത്ര ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കാമെന്ന് ഓർത്തത്. പഫ്സിൻ്റെ അകത്തും പിന്നെ മീറ്റ് റോളിൻ്റെ അകത്തും വെക്കാനുള്ള ഫില്ലിംഗ് ഒക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കുണ്ടല്ലോ ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസിലൊക്കെ ഈ റംസാൻ ആയതുകൊണ്ട് ഫുൾ ഈ നോമ്പ് തുറ പലഹാരങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ പലഹാരങ്ങളോട് ഭയങ്കര താല്പര്യം കേട്ടോ. അതും ഒരു ഐറ്റം അല്ല, എനിക്ക് കുറേ ഐറ്റം ഒന്നിച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കൂടെ കൂടുന്ന ഒരു ദിവസം അത് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ഡേ കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും കൂടെ അത് സെറ്റ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുളക് ബജി, പഫ്സ്, പഴംപൊരി, പിന്നെ മീറ്റ് റോള്, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഐറ്റംസ്. അങ്ങനെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു സൺഡേ എന്ത് പെട്ടെന്നാലേ പോകുന്നത്. വീക്കെൻഡ് തീരുന്നത് എങ്ങനെയാണെന്നോ കണ്ണടച്ച് തുറക്കുമ്പോൾ വീക്കെൻഡ് തീരും. അങ്ങനെ ഈ ഒരു ഡേ നമ്മൾ മെയിൻലി ഫുഡാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, ഇതായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.